പോറ്റിയുടെ ചെവിയിൽ മുഖ്യമന്ത്രി മന്ത്രിക്കുന്ന ഫോട്ടോ അത് AI ഫോട്ടോയാണ്. എന്തു തന്നെയായാലും ആ ചിത്രം ഷെയർ ചെയ്യുന്നത് തടയാൻ കേസ് ഉറപ്പായിരിക്കും. പിണറായിയും പോറ്റിയും തമ്മിലെ AI ഫോട്ടോയും കോൺഗ്രസ് നേതാവിന്റെ ഫേസ്ബുക്ക് വാളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ കലാപശ്രമത്തിൽ ഇനി ആരെല്ലാം പ്രതികളാകുമെന്നാണ് എക്സ്ക്ലൂസീവ് ന്യൂസ് ചർച്ച ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന തരത്തിലുള്ള AI വ്യാജ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. സംഭവത്തിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെതിരെ കോഴിക്കോട് ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നു. LDF UDF പ്രവർത്തകർക്കിടയിൽ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കുക എന്ന ബോധപൂർവമായ ലക്ഷ്യത്തോടെയാണ് ഈ ചിത്രം പങ്കുവച്ചതെന്ന് ആരോപിച്ചാണ് നടപടി. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 192 പ്രകാരം കലാപമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനം സൃഷ്ടിക്കൽ, കേരള പോലീസ് ആക്ട് സെക്ഷൻ 120 പൊതുജന ശല്യമുണ്ടാക്കുന്ന തരത്തിലുള്ള കിംവദന്തികൾ പ്രചരിപ്പിക്കൽ എന്നീ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അന്വേഷണം നടക്കുന്നത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അഗാധമായ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള അടിക്കുറിപ്പോടെയാണ് N സുബ്രഹ്മണ്യൻ ഫേസ്ബുക്ക് വാളിൽ ഈ ചിത്രം പോസ്റ്റ് ചെയ്തത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോറ്റിയെ കേറ്റിയെ എന്ന പരിഹാസഗാനം പ്രചരിപ്പിച്ചപ്പോൾ പോലീസ് കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിച്ച ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നത് ഗൗരവകരമായ കുറ്റകൃത്യമായി കാണുന്നതിനാലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇത്തരം വ്യാജ ചിത്രങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും പോലീസ് വിലയിരുത്തുന്നു. ഇതേ ചിത്രം നേരത്തെ UDF നേതാവ് അടൂർ പ്രകാശും പ്രചരിപ്പിച്ചതായും അത് AI നിർമ്മിതമാണെന്ന് ചൂണ്ടിക്കാട്ടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട MV ഗോവിന്ദൻ കോൺഗ്രസ് നേതാക്കൾ ഇത്തരം വ്യാജ പ്രചരണങ്ങളിലൂടെ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു. ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി വരും ദിവസങ്ങളിലും കർശനമായ നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഈ രാഷ്ട്രീയ വിവാദം മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ശക്തമായ വാക്പോരിലേക്ക് നീങ്ങുകയാണ്. അതിനിടെയാണ് ഫോട്ടോയുടെ പേരിലെ ഈ കേസ്. അതീവ സുരക്ഷാ വലയത്തിലുള്ള മുഖ്യമന്ത്രിയുടെ അരികിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി രഹസ്യമായി എന്തു കാര്യമാണ് സംസാരിച്ചതെന്ന് വെളിപ്പെടുത്തണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്വകാര്യ കൊള്ളക്കേസ് പ്രതിയുമായി മുഖ്യമന്ത്രിക്കുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവാണിതെന്ന ആരോപണമാണ് ചെന്നിത്തല ഉയർത്തുന്നത്. അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കേസിലെ മറ്റൊരു പ്രതിയുമായ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും സോണിയാഗാന്ധിയുമായി അവരുടെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങൾ ഒരുപടി മുമ്പേ CPM പുറത്തുവിട്ടിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും എളുപ്പത്തിൽ ലഭിക്കാത്ത സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച പ്രതികൾക്ക് എങ്ങനെ ലഭിച്ചു എന്ന അടൂർ പ്രകാശും ആന്റോ ആന്റണിയും വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രിയും ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി പോറ്റിയുടെ ചെവിയിൽ മന്ത്രിക്കുന്ന ചിത്രം കോൺഗ്രസ് ചർച്ചയാക്കിയത്. AI വ്യാജ നിർമ്മിത ഫോട്ടോ. സ്വർണ്ണക്കൊള്ളക്കേസിലെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴും പ്രതികളുമായുള്ള ഫോട്ടോകളെ ചൊല്ലിയുള്ള രാഷ്ട്രീയത്തിൽ പോര് കേരളത്തിൽ കനക്കുകയാണ്. മുഖ്യമന്ത്രി പ്രതിയുടെ ചെവിയിൽ മന്ത്രിക്കുന്ന തരത്തിലുള്ള ചിത്രം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് വൻ തിരിച്ചടിയാകുമെന്ന ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷം ഇത് പ്രചരിപ്പിച്ചതെന്നാണ് സൈബർ സെല്ലിന്റെ വിലയിരുത്തൽ. എന്തുതന്നെയായാലും AI നിർമ്മിത ഫോട്ടോകൾ ഒരു പക്ഷേ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചേക്കാം. പക്ഷേ ഒരു കാര്യം മറന്നുകൂടാ, AI നിർമ്മിത ഫോട്ടോകളാണ് ഇന്ന് പ്രചരിപ്പിക്കുന്ന സത്യവും നുണയും തമ്മിലുള്ള വ്യത്യാസം. അത് കൃത്യമായി പോലീസ് സൈബർ സെൽ അന്വേഷിക്കുമെന്ന് തന്നെ കരുതാം. ഇത്തരം വ്യാജ നിർമ്മിത ഫോട്ടോകൾ ഉണ്ടാക്കുന്ന കലാപങ്ങൾക്ക് അറുതി വരും. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.